Hi all, welcome to Mentors. മാർച്ച് 1 മുതൽ മാർച്ച് 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ കമ്പൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നോട്ട്സും ബാക്കിയുള്ള അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, the Philadelphia corridor and the Netzarim corridor recently seen in news are associated with which conflict area? ഏത് കോൺഫ്ലിക്ട് ഏരിയ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റീസെന്റ് നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫിലാഡൽഫിയ കോറിഡോറിനെ പറ്റിയിട്ടും നെറ്റ്സാരിം കോറിഡോറിനെ പറ്റിയിട്ടും. അപ്പം ഏത് ഏരിയ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. കശ്മീർ, ക്രിമിയ, ഗാസ സ്ട്രിപ്പ് ആൻഡ് നഗോർണോ കരാബാക്ക്. ഫിലാഡൽഫിയ കോറിഡോർ ആൻഡ് നെറ്റ്സാരിം കോറിഡോർ ഏത് ഏരിയ അസോസിയേറ്റ് ചെയ്തിട്ടാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഗാസ സ്ട്രിപ്പ്. അപ്പൊ ഗാസയില് ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്ട് നമുക്കിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് എല്ലാ ദിവസവും അതിനെപ്പറ്റിയുള്ള ന്യൂസ് നമ്മൾ കാണുന്നതാണ്. അപ്പം ഈ ഒരു ഏരിയയിലായിട്ടാണ്, അതായത് ഗാസയെ 4 ഡിവൈഡ് ചെയ്യും. ഗാസ സിറ്റി ഉണ്ട്, ദാറുൽ ബല ഉണ്ട്, റാഫ ഉണ്ട്, ഖാൻ യൂനിസ് ഉണ്ട്. അപ്പോൾ ഈ ഫിലാഡൽഫിയ കോറിഡോർ എന്ന് പറയുന്നത് ഈജിപ്തുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഏരിയയിലാണ് ഈ ഒരു കോറിഡോർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി എന്താണ് കോറിഡോർ എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാത്ത് വേ ആണ്. ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മിലിറ്ററി ആയിട്ടുള്ള അവരുടെ ഓരോ മൂവ്മെന്റിന് വേണ്ടിയിട്ടും സിവിലിയൻ മൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാസേജ് ആണ് ഈ കോറിഡോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈജിപ്തിനെ ബോർഡർ ചെയ്തുകൊണ്ട് വരുന്ന എന്നുള്ളതാണ് ഈ ഫിലാഡൽഫിയ കോറിഡോർ. ആൻഡ് നെറ്റ്സാരിം കോറിഡോർ എന്ന് പറയുന്നത് ഗാസ സിറ്റി വഴി പാസ് ചെയ്യുന്ന കോറിഡോർ ആണ്. അപ്പം ഈ ഫിലാഡൽഫിയ കോറിഡോർ ഒരു 14 കിലോമീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള ഈജിപ്തിനെ ബോർഡർ ചെയ്തുകൊണ്ടുള്ള ഒരു കോറിഡോർ വരുന്നു. നെറ്റ്സാരിം കോറിഡോർ 6 കിലോമീറ്റർ ലോങ് ആണ്. ഇത് നോർത്തേൺ പാർട്ട് ഓഫ് ഗാസയെ സദേൺ ഗാസയിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇത് റീസെന്റ് ന്യൂസിൽ വരാൻ കാരണം ഇസ്രയേൽ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ ഇല്ലീഗലി ലൈക്ക് വെപ്പൺസ് ഈ ഒരു കോറിഡോർ വഴി സ്മഗിൾ ചെയ്യുന്നു. അപ്പൊ അത് പല കൺസേൺസ് ഉയർത്തുന്ന കാരണം ഈ ഒരു 2 കോറിഡോറിന്റെയും കൺട്രോൾ ഇസ്രയേൽ ഡിമാൻഡ് ചെയ്യുന്നു എന്നെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നത്. അപ്പം ഈ 2 കോറിഡോറിനെ ഓർത്തിരിക്കുക. ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഗാസ സ്ട്രിപ്പിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അണ്ടർ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് Appointment, Conditions of Service and Term of Office Act 2023, how is the Chief Election Commissioner appointed? അതായത് ഇപ്പൊ പുതിയ ആക്ട് വന്നു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് 2023. ഇത് പ്രകാരം എങ്ങനെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ ഇപ്പൊ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. By the President on the recommendation of a selection committee comprising the Prime Minister, the LOP in the Lok Sabha and the CJI. B. By the President on the recommendation of a selection committee comprising the PM, the LOP in the Lok Sabha and the Union Cabinet Minister nominated by the Prime Minister. C. Directly by the President without any recommendations. And D. By a parliamentary committee specifically formed for this purpose. അപ്പം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതിന്റെ ചീഫിനെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ചീഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അതിന്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇതിന്റെ ആൻസർ വന്നിട്ട് ബി ആണ്, ഓപ്ഷൻ ബി. ബൈ ദ പ്രസിഡന്റ് on the recommendation of a selection committee comprising the Prime Minister, the Leader of Opposition in the Lok Sabha and a Union Cabinet Minister nominated by the Prime Minister. അപ്പോൾ 1993 ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിൽ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് സുപ്രീം കോർട്ട് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ഇലക്ട്രൽ പ്രോസസിന്റെ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു മുഖ്യമായിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും പാർലമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കും ഉള്ള ഇലക്ഷൻസ് എല്ലാം അണ്ടർടേക്ക് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസിന്റെ ഇലക്ഷൻസ് ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 324 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. SDC എന്ന് പറയുന്നത് സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ, SDC. അപ്പം ഇതിന്റെ ഈ ഒരു പവർ എല്ലാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 324(1) പറയുന്നു. 324(2) അതിന്റെ കമ്പോസിഷനെ പറ്റിയിട്ട് ഇവരെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഇൻസിഡന്റിലും ആൻസിലിയറി ആയിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അതായത്
കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതല്ലാതെ അതിലും പുറമെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നെസസറി ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പവേഴ്സ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിനുണ്ട്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ടും പലതരത്തിലുള്ള പവേഴ്സ് നമ്മുടെ ഈ ഒരു ബോഡിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 മെമ്പേഴ്സ് ആണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, 2 മെമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ജ്ഞാനേഷ് കുമാർ ആണ്. ബാക്കി 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധു ആൻഡ് ഡോക്ടർ വിവേക് ജോഷി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടുന്ന ഒരു ഫാക്ട് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Question 3. Dharma Guardian is a joint military exercise between India and which other country? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഓപ്പറേഷൻ ധർമ്മ ഗാർഡിയൻ? ഓപ്ഷൻസ്: ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ് ആൻഡ് ഓസ്ട്രേലിയ. ഇതിന്റെ ആൻസർ ജപ്പാൻ. ഇന്ത്യൻ ആർമിയും ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സും തമ്മിലുള്ള ജോയിന്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഓപ്പറേഷൻ ധർമ്മ ഗാർഡിയൻ. ധർമ്മ എന്ന് പറയുമ്പോൾ റൈറ്റസ്നെസ്, ഡ്യൂട്ടി എന്നൊക്കെയാണ് ധർമ്മയുടെ മീനിങ്. അപ്പോൾ എന്തിനാണ് മിലിറ്ററി എക്സസൈസ് നടത്തുന്നത്? ഈ 2 മിലിറ്ററിയിലെയും ആൾക്കാർ തമ്മിൽ അവര് പല ടെക്നിക്സും ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുമിച്ച് ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്റർഓപ്പറബിലിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് ഈ മിലിറ്ററി എക്സസൈസസ് പൊതുവെ നടത്തുന്നത്. ഈ ഒരു എക്സസൈസിന്റെ 6th എഡിഷൻ നടന്നത് February 24 to March 9, 2025 ഈസ്റ്റ് ഫ്യൂജി ട്രെയിനിങ് ഏരിയ, ജപ്പാനിലെ ഈസ്റ്റ് ഫ്യൂജി ട്രെയിനിങ് ഏരിയയിലാണ് ഈ ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ആൻഡ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള റീജിയണൽ സെക്യൂരിറ്റിക്കും പീസിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഷെയർഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിനെയാണ് ഇങ്ങനത്തെ എക്സസൈസസ് അണ്ടർസ്കോർ ചെയ്യുന്നത്. ഒരു മിലിറ്ററി എക്സസൈസസ് ചെയ്തു എന്നതിനർത്ഥം ഇന്ത്യ ഒരു മിലിറ്ററി അലയൻസിൽ ഭാഗം, ഇപ്പൊ നേറ്റോ പോലുള്ള ഒരു മിലിറ്ററി അലയൻസിൽ ഭാഗമാണെന്നല്ല. എന്തിനാണ് ഒരു മിലിറ്ററി എക്സസൈസ് ചെയ്യുന്നത്? ഇപ്പൊ ഡിഫൻസ് സ്ട്രാറ്റജീസിന് വേണ്ടിയിട്ടും ഇന്റർഓപ്പറബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഒരു മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആൻഡ് ഡിഫൻസ് പ്രിപ്പയർനെസിന് വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത്. ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ളതാണ് ഓപ്പറേഷൻ ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 4th question. Which legislative bill did the Indian government withdraw in February 2025 following widespread protest from the legal community with plans to reintroduce it after further public consultation? അതായത് ഈ ഇടയ്ക്ക് ഒരു ബില്ല് വന്നിരുന്നു, പക്ഷേ പ്രൊട്ടസ്റ്റുകൾ കാരണം ഈ ഒരു ബില്ല് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചതിനെ വിത്ഡ്രോ ചെയ്തു. ഏത് ബില്ലാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. The Advocates Amendment Bill 2025, B. The Farmers Produce Trade and Commerce Promotion and Facilitation Act 2020, the Citizenship Amendment Act 2019, and the Essential Commodities Amendment Act 2020. ലീഗൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് മൂലം വിത്ഡ്രോ ചെയ്തിട്ടുള്ള ബില്ല് ഏതാണെന്നാണ് നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ അഡ്വക്കേറ്റ്സ് അമെൻഡ്മെന്റ് ബിൽ 2025 ആണ് വിത്ഡ്രോ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ. അതായത് 1961 അഡ്വക്കേറ്റ്സ് ആക്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിനെ അമെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അഡ്വക്കേറ്റ്സ് അമെൻഡ്മെന്റ് ബിൽ 2025 വന്നിട്ടുള്ളത്. ഇത് ലീഗൽ കമ്മ്യൂണിറ്റി, ലീഗൽ ഫ്രട്ടേണിറ്റിയുടെ ഇടയിൽ വളരെയധികം പ്രൊട്ടസ്റ്റിന് വെൽക്കം ചെയ്തിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു ആക്ട്, ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഗവൺമെന്റ്. അത് പ്രകാരമാണ് ഗവൺമെന്റ് അതിനെ വിത്ഡ്രോ ചെയ്തിട്ടുള്ളത്. അതായത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതൽ വരും എന്ന് അവരുടെ കണ്ടൻഷനിൽ ഒന്നായിരുന്നു. പിന്നെ അവരുടെ ഓട്ടോണമി, ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സെൽഫ് ഓട്ടോണമിക്ക് തന്നെ ഡിറ്റീരിയറേഷൻ സംഭവിക്കുമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോറിൻ ലോ ഫേംസിന്റെയും ലോയേഴ്സിന്റെയും ഒക്കെ എൻട്രി ഭയങ്കരമായിട്ട് അതിപ്രസരം ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ. പിന്നെ ഈ സെക്ഷൻ 35 ഓഫ് ദിസ് പെർട്ടിക്കുലർ ആക്ട് പറയുന്നുണ്ട്, ലോയേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരെ അവരുടെ ഡിമാൻഡ്സ് ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് സ്ട്രൈക്സും ബോയ്ക്കോട്ട്സ് ഒന്നും നടത്തിയാൽ അത് അവരുടെ പ്രൊഫഷനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പൊ അത് മിസ്കോണ്ടക്റ്റിന് വഴിയൊരുക്കും എന്നുള്ള രീതിയിലൊക്കെ ഇതിനകത്ത് പല പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ബില്ലിനെ ഒരു അൺവെൽക്കമിങ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു ഇവിടുത്തെ ലീഗൽ ഫ്രട്ടർണിറ്റി എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്ട് വിത്ഡ്രോ ചെയ്തിട്ട് പിന്നീട് പബ്ലിക് കൺസൾട്ടേഷൻ ഒക്കെ ശേഷം റീഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What significant solar phenomenon did India's Aditya L1 mission observe for the first time in the lower solar atmosphere? ആദിത്യ L1 മിഷനെ പറ്റി അറിയാം. ഇന്ത്യയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സണ്ണിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുള്ളതാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. അപ്പം ഈ റീസെന്റ് ആദിത്യ L1 വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള
സണ്ണിന് ലോവർ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഒന്ന് ഒബ്സർവ് ചെയ്തു. എന്താണ് അതെന്നാണ് ഓപ്ഷൻസ് നോക്കാം. സൺസ്പോട്ട് ഫോർമേഷൻ, സോളാർ പ്രോമിനൻസ്, സോളാർ ഫെലയർ കേർണൽ ആൻഡ് കൊറോണൽ ഹോൾ. എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി, സോളാർ ഫ്ലെയർ കേർണൽ. അപ്പോൾ ആദ്യത്തെ L1നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഏകദേശം ഒരു 1.5 മില്യൺ കിലോമീറ്റേഴ്സ് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നമ്മുടെ ആദിത്യ L1 എന്ന് പറയുന്നത്. ആൻഡ് സണ്ണിനെ ഒബ്സർവ് ചെയ്യുക, സോളാർ ഫ്ലെയേഴ്സിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു ആദിത്യ L1ന്റെ ഭാഗമായിട്ട് ഒരു ടെലസ്കോപ്പ് ഉണ്ട്, അതായത് സൂട്ട് എന്നാണ് പറയുന്നത്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. അപ്പം ഈ ഒരു ടെലസ്കോപ്പ് ആണ്, സൂട്ട് എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പ് ആണ് ഈ ഒരു സോളാർ ഫ്ലെയറിനെ ഐഡന്റിഫൈ ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത്? സണ്ണിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രോങ്ങും ഇന്റൻസും ആയിട്ടുള്ള റേഡിയേഷന്റെ ഒരു ഔട്ട്ബേർസ്റ്റിനെയാണ് നമ്മൾ ഫ്ലെയർ എന്ന് പറയുന്നത്. ഫ്ലെയർ ഉണ്ടാവുന്നത് പൊതുവെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള എനർജിയുടെ റിലീസിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലെയർ ഉണ്ടാവുന്നത്. ആൻഡ് ഈ സോളാർ ഫ്ലെയറിന്റെ വളരെ വളരെ ബ്രൈറ്റൻ ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ സോളാർ ഫ്ലെയർ കേർണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവമാണ് എന്ത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ആദ്യ L1 ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ആദ്യ L1 മിഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ആദ്യ L1 മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ടെലസ്കോപ്പ് ആണ് സൂട്ട്, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, സൂട്ട്. 6th question നോക്കാം. What is the title of Nobel Peace Prize laureate Kailash Satyarthi's autobiography which chronicles his journey advocating for children's rights and social justice? Options നോക്കാം. Wings of Fire, The Story of My Experiments with Truth, Dia's Lie, Long Walk to Freedom. കൈലാഷ് സത്യാർത്ഥിക്ക് 2014 മലാല യൂസഫ്സായിയുടെ കൂടെ അവർ കോ റെസിപ്പിയൻസ് ആയിരുന്നു. ആൻഡ് നോബൽ പീസ് പ്രൈസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൈലാഷ് സത്യാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ട് ഗ്ലോബലി ഇന്റർനാഷണലി എല്ലാം വളരെയധികം അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബച്പൻ ബചാവോ ആന്തോൾ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികളെ ചൈൽഡ് ലേബറിൽ നിന്നും സ്ലേവറിയിൽ നിന്നും ട്രാഫിക്കിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, ദിയാസ് ലൈ. ദിയാസ് ലൈ എന്ന് പറഞ്ഞാൽ ബ്രിങ്ങർ ഓഫ് ലാമ്പ് എന്നാണ്, വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്നുള്ളൊരു അർത്ഥമാണ് ബ്രിങ്ങർ ഈ ദിയാസ് ലൈ എന്നതിന്റെ മീനിങ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 7th question. In which Indian state is മാധവ് നാഷണൽ പാർക്ക് located? മാധവ് നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. റീസെന്റ് നമ്മുടെ ഇന്ത്യയുടെ 58 ടൈഗർ റിസർവ് ആയിട്ട് ഈ ഒരു പാർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആൻസർ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ 9th ടൈഗർ റിസർവ് ആണ് മാധവ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. മുഗൾ പീരീഡിലും ഗ്വാളിയർ മഹാരാജാവിന്റെ ടൈമിലും ഒക്കെ ഇതൊരു അവരുടെയൊക്കെ ഒരു ഹണ്ടിങ് ഗ്രൗണ്ട് ആയിട്ട് ഇത് ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ നാഷണൽ പാർക്ക്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 8th question. According to the Stockholm International Peace Research Institute (SIPRI) report for 2020-2024, which country became the second largest arms importer in the world? SIPRI റിപ്പോർട്ട് പ്രകാരം, SIPRI എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ആംസ് പ്രൊഡക്ഷനെ പറ്റിയിട്ടും ഗ്ലോബൽ സെക്യൂരിറ്റിയെ പറ്റിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് പോളിസി മേക്കേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് SIPRI എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവരുടെ 2020-2024 റിപ്പോർട്ട് പ്രകാരം ഏത് കൺട്രിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ആംസ് ഇമ്പോർട്ടർ ആയിട്ടുള്ളത്? ഫസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഉക്രൈൻ ആണ്. ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്ട് നടക്കുകയാണ്. ഫസ്റ്റ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഉക്രൈൻ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഏത് കൺട്രി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. സൗദി അറേബ്യ, ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ. ഇതിന്റെ ആൻസർ ഇന്ത്യ ആണ്. ഇന്ത്യ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ in the world, the arms importer in the world. Okay, അതായത് ഗ്ലോബൽ ആംസ് ഇമ്പോർട്ടിന്റെ 8.3% ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇത് ഷോ ചെയ്യുന്നത് എന്താണ്? ഇത് ഷോക്കേസ് ചെയ്യുന്നത് ഇന്ത്യയുടെ നമ്മൾ മിലിറ്ററി മോഡേണൈസ് ചെയ്യുന്നതിനുള്ള കേപ്പബിലിറ്റീസും എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ഡിഫൻസ് സ്ട്രാറ്റജീസിലും ഡിഫൻസ് കേപ്പബിലിറ്റീസിലും നമ്മൾ കൊടുക്കുന്നുള്ളതാണ് ഈ ഒരു ഡിഫൻസ് സ്പെൻഡിങ്ങിലൂടെ ഇമ്പോർട്ട്സ് നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ സിപ്രിനെ പറ്റിയിട്ട് ഓർത്തു വെക്കുക. സിപ്രി റിപ്പോർട്ട് അവര് ഓരോ വർഷം ഇയർ ബുക്ക് ലൈക്ക് പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡേറ്റാസ് കിട്ടുന്നത്. 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് is set to become the first to launch its own satellite in collaboration with ISRO? ISROയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആദ്യമായിട്ട് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ് ആണ്? ലോഞ്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. കർണാടക, ഗുജറാത്ത്, ആസാം ആൻഡ് തമിഴ്നാട്. ഇതിന്റെ ആൻസർ വന്നിട്ട് സി ആണ്, ആസാം ആണ്. ആസാം സാറ്റ് എന്നാണ് സാറ്റലൈറ്റിന്റെ പേര്. അപ്പം ആസാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇങ്ങനത്തെ ലൈക്ക് അവരുടെ വെതർ ഫോർകാസ്റ്റിംഗിന് വേണ്ടിയിട്ടും അവിടെ പ്രധാനമായിട്ടും ഫ്ലഡ്സിന്റെ ഒരു അതിപ്രസരം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഫ്ലഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വെതർ ഫിനോമിനൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബോർഡർ സെക്യൂരിറ്റി ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സാറ്റലൈറ്റ് ആസാം സാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ആസാം ലോഞ്ച് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ISROയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ISRO ആൻഡ് ഇൻസ്പേസ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഇൻസ്പേസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ആസാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ആസാം സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് അഗ്രികൾച്ചറിനെയും വെതർ ഫോർകാസ്റ്റിനെയും സോയിൽ ഹെൽത്ത് അനാലിസിസിനെയും എല്ലാം വളരെയധികം പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം അവിടുത്തെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2024, what was India's rank among the most polluted countries globally? 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. പൊല്യൂട്ടഡ് കൺട്രീസിൽ എത്രാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ? ഓപ്ഷൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത്. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ ആൻസർ ഫിഫ്ത്ത് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യ ഫിഫ്ത്ത് പൊസിഷൻ ആണ്. ഇന്ത്യ ആക്ച്വലി ലാസ്റ്റ് ഇയർ 2023 ഇന്ത്യ തേർഡ് പൊസിഷനിലായിരുന്നു. അപ്പൊ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു 7% ഒരു ഇംപ്രൂവ്മെന്റ് ഇന്ത്യയുടെ എയർ ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു എയർ ക്വാളിറ്റി ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള സസ്പെൻഡഡ് ആയിട്ടുള്ള ഇപ്പം വാട്ടർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിന്റെയും സോളിഡ് പാർട്ടിക്കിൾസിന്റെയും ഒക്കെ ഒരു മിക്സ്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആയിട്ട് കിടക്കും. അതിന് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും. ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ടാണ് എയർ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത് ചാഡ് എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്. ഇന്ത്യയുടെ സ്ഥാനം ഫിഫ്ത്ത് ആണ്. ഫിഫ്ത്ത് പൊസിഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. ആൻഡ് ഡൽഹിയെ പറ്റി പറയുകയാണെങ്കിൽ മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ ആയിട്ട് ഡൽഹി റിമെയിൻ ചെയ്യുന്നു. 11th ക്വസ്റ്റ്യൻ നോക്കാം. Which NASA space telescope launched on March 11, 2025 is designed to map the entire sky and study millions of galaxies to understand the origin of universe? നാസയുടെ ഏത് സ്പേസ് ടെലസ്കോപ്പ് ആണ് യൂണിവേഴ്സിന്റെ ഒറിജിനെ പറ്റിയിട്ടും ഗാലക്സീസിന്റെ ഫോർമേഷനെ പറ്റിയിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: എ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്, ബി ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, സി സ്ഫിയറെക്സ് ആൻഡ് ഡി ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ഫിയറെക്സ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പും ഹബിൾ സ്പേസ് ടെലസ്കോപ്പും ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ റീസെന്റ് സ്ഫിയറെക്സ് ആണ്. സ്ഫിയറെക്സ് എന്ന് പറയുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോർ ദ ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്, എപ്പോക്ക് ഓഫ് റീഅയണൈസേഷൻ ആൻഡ് ഐസസ് എക്സ്പ്ലോറർ എന്നാണ് അതിന്റെ എൻലാർജ്മെന്റ്. അപ്പോൾ ഇത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്കൈനെ പറ്റിയിട്ടുള്ള ഒരു സ്പേഷ്യൽ സർവേ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഗാലക്സി ഫോർമേഷനെ പറ്റിയിട്ടും ഓരോന്നിന്റെയും കോസ്മിക് ഓറിജിൻ എങ്ങനെയാണെന്നും ആസ്ട്രോബയോളജി, വാട്ടർ ഐസിനെ പറ്റിയിട്ടും ലൈഫ് ഫോർമേഷൻസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ, അതിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് ഈ ഒരു മിഷൻ ഹെൽപ്പ് ചെയ്യും. അതാണ് നാസയുടെ സ്ഫിയറെക്സ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററിയെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Where will the 2025 UN Climate Summit COP30 be held? UN Climate Summit ആയിട്ടുള്ള COP30 2025 എവിടെയാണ് നടക്കാൻ പോകുന്നതാണ് ക്വസ്റ്റ്യൻ. ബാക്കു അസർബൈജാൻ, ബെലം ബ്രസീൽ, ദുബായ് UAE ആൻഡ് ഷർം എൽ ഷെയ്ഖ് ഈജിപ്റ്റ്. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. നവംബർ ആ ഒരു ടൈമിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ബെലം ഇൻ ബ്രസീൽ.
ബെലമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഒരു ഗേറ്റ് വേ എന്നുള്ള രീതിയിലാണ് ബെലമിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എങ്ങനെയാണ് ഗ്ലോബൽ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ ഒരു ജീവവായു പ്രൊവൈഡ് ചെയ്യുന്നതിൽ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നു എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സമ്മിറ്റ്, UN ക്ലൈമറ്റ് സമ്മിറ്റ് COP30 ബെലമിൽ വെച്ചിട്ട് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which river in India was found to have the highest number of gangetic dolphins according to the recent study? അതായത് റീസെന്റ് ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർവേ ആണ് റിവറൈൻ ഡോൾഫിൻസിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. അത് പ്രകാരം ഹയസ്റ്റ് നമ്പർ ഓഫ് ഗാൻജറ്റിക് ഡോൾഫിൻസ് ഏത് റിവറിലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. യമുന, ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് ബിയസ്. ഗാൻജറ്റിക് ഡോൾഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ എക്കോട്ടിക് ആനിമൽ ഓഫ് ഇന്ത്യ ആണ് ഡോൾഫിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോൾഫിൻസിന്റെ പോപ്പുലേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സിഗ്നിഫിക്കന്റ് എഫേർട്സും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ നടന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ഈ സർവേയുടെ ഭാഗമായിട്ട് ഗംഗയിലാണ്, ഓപ്ഷൻ ബി, ഗംഗയിലാണ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ഗാൻജറ്റിക് ഡോൾഫിൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 2397 ഇൻഡിവിജ്വൽസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ഗംഗ റിവറിന്റെ ഭാഗമായിട്ട്. ആൻഡ് IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഒരു റെഡ് ഡേറ്റ ലിസ്റ്റ് ഉണ്ട്. അതിൽ 9 കാറ്റഗറീസിലായിട്ട് ഫോണ, ഫ്ലോറൈഡ് സ്പീഷീസിന്റെ ഒരു അറേഞ്ച്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 9 കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിയർ ത്രെട്ടൻഡ് ഉണ്ട്, ഡേറ്റ ഡെഫിഷ്യന്റ്, എക്സ്റ്റെൻഡ് ഇൻ ദ വൈൽഡ്, എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, അങ്ങനെ പല 9 കാറ്റഗറീസിൽ എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഒരു ഗാൻജറ്റിക് ഡോൾഫിന്റെ സിറ്റുവേഷൻ വന്നിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡോൾഫിൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവർ നാവിഗേഷൻ നടത്തുന്നതിനും പ്രേയെ കണ്ടുപിടിക്കുന്നതും എല്ലാം. അതായത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സിഗ്നൽസ്, ഒരു സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അത് ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇവർ നാവിഗേഷൻ നടത്തുന്നത് ഡോൾഫിൻസ്. അതിനെ എക്കോ ലൊക്കേഷൻ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 14. Who was the first Indian Supreme Court judge to face impeachment proceedings? ഈ പർട്ടിക്കുലർ വ്യക്തിത്വം റീസെന്റ് ആണ് അന്തരിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് സൗമിത്ര സെൻ ആൻഡ് ജസ്റ്റിസ് ബി രാമസ്വാമി. ഏത് സുപ്രീം കോടതി ജഡ്ജാണ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ്സ് നേരിട്ടിട്ടുള്ളത്? ഇംപീച്ച്ഡ് ആയിട്ടില്ല, പ്രൊസീഡിംഗ്സ് നേരിട്ടിട്ടുള്ളത് ആരാണെന്നാണ്. ഇദ്ദേഹമാണ് ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജ് ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ്സ് ഫേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് വി രാമസ്വാമി. ആ ഒരു സമയത്ത് റൂളിംഗ് ആയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. കോൺഗ്രസ് പാർട്ടി അതിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊസീഡിംഗ്സ് ഫുൾഫിൽ ആവാനിരുന്നതും അദ്ദേഹം ഇംപീച്ച്ഡ് ആവാതിരുന്നതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th question. Which new visa program did the United States introduce to attract wealthy foreign investors? യുഎസിന്റെ ഭാഗമായിട്ട് യുഎസ് ഒരു പുതിയൊരു വിസ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുക, അവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ റെഡിയാക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു വിസ പ്രോഗ്രാമിന്റെ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സിൽവർ റെസിഡൻസി വിസ, പ്ലാറ്റിനം സിറ്റിസൺഷിപ്പ് പ്രോഗ്രാം, ഗോൾഡ് കാർഡ് വിസ ആൻഡ് ഡയമണ്ട് ഇൻവെസ്റ്റർ പ്രോഗ്രാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, വെൽതി ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുക, അവരുടെ യുഎസിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അവരുടെ ഇക്കണോമിയെ പ്രോസ്പെർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വിസ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, ഗോൾഡ് കാർഡ് വിസ. ഇത് ഒരു 5 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് യുഎസിൽ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക, ആൻഡ് അങ്ങനെ വരുന്ന ഇൻവെസ്റ്റേഴ്സിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു റെസിഡൻസി ഓഫർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ ഒരു ഗോൾഡ് കാർഡ് വിസ എന്ന് പറയുന്ന സിസ്റ്റം യുഎസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് യുഎസ് എക്കണോമിയിൽ എഫ്ലുവന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വരിക എന്നുള്ളത് യുഎസിനെ സംബന്ധിച്ച് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് യുഎസ് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു കൈൻഡ് ഓഫ് വിസ സിസ്റ്റമാണ് ഗോൾഡ് കാർഡ് വിസ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16th question. Which ministry launched the Naksha scheme in India? Naksha scheme എന്ന് പറയുന്നത് urban ഏരിയയിലെ ലാൻഡ് റെക്കോർഡ്സിനെ ജിയോസ്പേഷ്യൽ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് മോഡേണൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് നക്ഷ സ്കീം. ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നക്ഷ സ്കീം അപ്പോൾ urban ഏരിയാസിന്റെ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസ് ചെയ്യുക, അതാണ് ലക്ഷ്യം. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്.
ഓപ്ഷൻ ഡി. നക്ഷ പ്രോഗ്രാം എന്ന് പറയുന്നത് നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് urban habitations ആണ് ഇതിന്റെ എൻലാർജ്മെന്റ്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് അണ്ടർ ദ ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് മോഡേണൈസേഷൻ പ്രോഗ്രാം. ഡിജിറ്റൽ ഇന്ത്യ ലാൻഡ് റെക്കോർഡ്സ് ആൻഡ് മോഡേണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നക്ഷ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ലാൻഡ് റെക്കോർഡ്സിനെ മോഡേണൈസ് ചെയ്യുക, ജിയോസ്പേഷ്യൽ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th question. Which country recently signed a critical minerals agreement with the United States to jointly develop natural resources including rare earth minerals? ഏത് രാജ്യമാണ് റീസെന്റ് യുഎസുമായിട്ട് ഒരു ക്രിട്ടിക്കൽ മിനറൽസിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ്: ഓസ്ട്രേലിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉക്രൈൻ, ഇന്തോനേഷ്യ. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടത്തുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ ആയിരുന്നു ഇത്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഉക്രൈൻ ആണ്. അതായത് യുഎസിൽ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ ഡൈനാമിക്സ് തന്നെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ന്യൂസിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പം റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റിൽ ഉക്രൈന് വേണ്ടുന്ന മിലിറ്ററി സപ്പോർട്ടും ഫൈനാൻഷ്യൽ എയ്ഡും എല്ലാം പ്രൊവൈഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് യുഎസ് ആണ്. അപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് വന്നതിന് ശേഷം ഒരു ട്രാൻസാക്ഷണറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചും ഹെൽപ്പ് വേണമെന്ന് ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ട്രാൻസാക്ഷണറി റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉക്രൈൻ ഒരു റയർ എർത്ത് മിനറൽസ് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് യുഎസ് അതിൻ്റെതായിട്ടുള്ള ഫൈനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷണറി റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വന്നിട്ട് ഉക്രൈൻ ആണ്. ഓക്കെ, രണ്ട് രാജ്യങ്ങളെയും പരസ്പരം അത് ബെനഫിറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18th question. Which country recently became the world's third largest biofuel producer? ഏത് രാജ്യമാണ് റീസെന്റ് ലോകത്തിലെ തന്നെ തേർഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ബയോഫ്യൂൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്? ഇപ്പൊ കാർബൺ ലിമിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബയോഫ്യൂൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സംരംഭമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏത് രാജ്യമാണ് തേർഡ് ലാർജസ്റ്റ് ബയോഫ്യൂൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ചൈന, ബ്രസീൽ, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. ഇന്ത്യയാണ് ലോകത്തെ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ബയോഫ്യൂൽ പ്രൊഡ്യൂസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ US ആണ് ഫസ്റ്റ് റാങ്ക് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രസീലാണ് നിൽക്കുന്നത്. ഇത് ഇന്ത്യയുടെ എഥനോൾ പ്രൊഡക്ഷൻ ഇന്ത്യ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടും ഈ പെട്രോളിയവുമായിട്ട് എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അത് വഴിയിട്ട് കുറച്ചുകൂടെ ക്ലീനർ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ യൂസ് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു സംരംഭമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് തേർഡ് ലാർജസ്റ്റ് ബയോഫ്യൂൽ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Where was the 7th meeting of the National Board for Wildlife NBWL held on March 3, 2025? March 3 എന്ന് പറയുന്നത് നാഷണൽ വൈൽഡ് ലൈഫ് ഡേ ആണ്. അപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ 7th മീറ്റിംഗ് 2025 മാർച്ച് 3 നടന്നു. അത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: കാസിരംഗ നാഷണൽ പാർക്ക് ആസാം, രത്തംബോർ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് ആൻഡ് സുന്ദർബൻസ് നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാൾ. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ റീസെന്റ് മീറ്റിംഗ് എവിടെയാണ് ഹെൽഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത്. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അപ്പെക്സ് ബോഡിയാണ്. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ 1972 വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് ഈ ഒരു നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ചെയർമാനായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് നാഷണൽ പാർക്ക്, ഇന്ത്യയിൽ നാഷണൽ പാർക്സും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിനും അതിന്റെ ബോർഡേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതും എല്ലാം ഈ ഒരു അപ്പെക്സ് ബോഡിയാണ്. വൈൽഡ് ലൈഫ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്സും എല്ലാം നടത്തുന്നത് ഈ ഒരു ബോഡിയുടെ അണ്ടറിലാണ്. അപ്പോൾ നാഷണൽ വൈൽഡ് ലൈഫ് ഡേ ഓർത്തു വയ്ക്കുക, March 3. ആൻഡ് അതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആണ്. റീസെന്റ് അതിന്റെ 7th മീറ്റിംഗ് ഗിർ നാഷണൽ പാർക്കിൽ വെച്ചിട്ട് നടന്നു. 20th question നോക്കാം. Which country's private company developed the Blue Ghost lunar lander that successfully landed on the moon in March 2025? March 25 ബ്ലൂ ഗോസ്റ്റ് ലൂണാർ ലാൻഡർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡർ മൂണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് രാജ്യത്തിന്റെ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. റഷ്യ, ചൈന, US ആൻഡ് ജപ്പാൻ. ബ്ലൂ ഗോസ്റ്റ് ലൂണാർ ലാൻഡർ ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂണിൽ അത് ലാൻഡ് ചെയ്തു ഈ ഒരു ലാൻഡർ.
ഇത് യു എസിലുള്ള ഒരു കമ്പനിയാണ് ഈ ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫയർഫ്ലൈ എയറോസ്പേസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് മാർച്ച് 2, 2025 മൂണിൽ ഇത് സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തിട്ടുള്ളത്. നാസയുടെ കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസ് CLPS എന്ന് പറയും. കൊമേഴ്ഷ്യൽ ലൂണാർ പേലോഡ് സർവീസസിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ ഒരു ലാൻഡറിനെ അവിടെ എത്തിക്കുക എന്നുള്ളത്. ആൻഡ് ബ്ലൂ ഗോസ് ലൂണാർ ലാൻഡർ ബൈ ഫയർഫ്ലൈ എയറോസ്പേസ് US ഗവൺമെന്റിൻ്റെ. ഓക്കെ, ഇത്ര ഓർത്ത് വയ്ക്കുക. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ. സോ അടുത്ത ആഴ്ചയിലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.